നമസ്കാരം പിള്ളേരെ. അപ്പോൾ ഇതാണ് ആ വണ്ടി കേട്ടോ, RTX. ഇതിൻ്റെ ലോഞ്ചിൽ നടന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെയൊക്കെ റീലൊക്കെ ഉണ്ടാക്കിയിട്ടു. അത് ഷോർട്സ് ഇട്ടു യൂട്യൂബിൽ. എന്നാലും ഒരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോ വേണം, കാരണം മലയാളത്തിലേ ബാക്ക്ഗ്രൗണ്ട് വീഡിയോ കണ്ടില്ല. വീഡിയോ വരാൻ സമയമെടുക്കും, അതൊക്കെ ഓടിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഷിംലയിൽ നല്ല കാലാവസ്ഥയാണ്. ഇപ്പോൾ ഉച്ച കഴിഞ്ഞു. എന്തായാലും ഇവിടെ നിന്ന് റെസ്റ്റിംഗ് ആയിരുന്നു, നാളെയാണ് ഷൂട്ട്. അപ്പോൾ എന്തായാലും ഇതിനിടയ്ക്ക് ഒരു വണ്ടി നിർത്തി കണ്ടപ്പോഴേ ഒരു ബാക്ക്ഗ്രൗണ്ട് ക്വിക്കായിട്ട് എടുത്ത് തരാമെന്ന് വിചാരിച്ചു. എനിക്ക് തോന്നുന്നു ഈ വണ്ടി കാണാൻ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും, ഇതിൻ്റെ കാര്യങ്ങൾ അറിയാനുള്ള ആൾക്കാരുണ്ടാവും. ഓക്കെ, ഒപ്പീനിയൻസ് പറയാൻ പറ്റില്ല, എന്നാലും എങ്ങനെയുണ്ടെന്ന് കാണിക്കാമല്ലോ. അപ്പോൾ ഈ വണ്ടി എങ്ങനെയുണ്ടെന്ന് പറയാം, നിങ്ങൾ പറയണം, ഞാൻ പറയില്ല. അത് ഞാൻ പറയുന്നത് റിവ്യൂലായിരിക്കും. എന്തായാലും വാ, നമുക്ക് ഈ വണ്ടി നടന്ന് കാണാം. ഈ ഷിംലയിൽ നല്ല കാലാവസ്ഥ പറഞ്ഞാൽ ക്യാമറ ഒപ്പിയെടുക്കാൻ തക്കവണ്ണമുള്ള കാലാവസ്ഥയൊന്നുമില്ല. എന്നാലും രസമുണ്ട് കാണാനായിട്ട്. ഞാൻ ഉയർത്താൻ നിൽക്കുന്നത്, എനിക്ക് ഹൈറ്റ് കുറച്ച് പേടിയാണ്. എന്നാലും നോക്കിയേ ആ ഹിമഗിരി നിരകളൊക്കെ കണ്ടോ. ഇനി ഇവിടെ ഇവർ അപ്പാച്ചിയുടെ ആ ഒരു ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, അപ്പാച്ചി RTX എന്ന് പറഞ്ഞിട്ടൊക്കെ. എന്തായാലും ഇവിടെ വണ്ടികളുണ്ട്, നീല വണ്ടിയുണ്ട്, ഇതേ ഈ ഒരു വണ്ടിയുണ്ട്, പിന്നെ ഇതാ വൈപ്പർ ഗ്രീൻ. ഈ വൈപ്പർ ഗ്രീനാണ് എൻ്റെ ഏറ്റവും നല്ല കളർ എന്ന് പറഞ്ഞു. നിങ്ങൾ പറയൂ, ഞാൻ എന്തായാലും അഭിപ്രായം പറയുന്നില്ല. എന്തായാലും ലുക്കൊക്കെ എങ്ങനെയുണ്ട്, കൊള്ളാവോ? ഈ സീറ്റ് സ്റ്റെപ്പ് സീറ്റാണ്. സീറ്റിൻ്റെ മുകളിൽ ഒരു RTX ചെയ്തിട്ടുണ്ട്. ഇവിടെ വലിയ ഒരു ഗ്രാബ് ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് സീറ്റ്. ഈ ടാങ്ക് 12.5 ലിറ്ററുള്ള ടാങ്കാണ്. പിന്നെ ഫ്രണ്ട് ഫെയറിംഗ് കണ്ടോ, ഫെയറിങ്ങിൻ്റെ അകത്തല്ല ഹാൻഡിൽ പുറത്താണെന്ന് വെച്ചാൽ ഹാൻഡ് തിരിക്കുമ്പോൾ ഹെഡ്ലൈറ്റ് തിരിയില്ല. അതുപോലെ ഹെഡ്ലൈറ്റിൻ്റെ ഡിസൈൻ വേണമെങ്കിൽ കണ്ടോ. ഇതാ 4 പോഡ് ഹെഡ്ലൈറ്റാണ്, LED, കൂടാതെ DRLൊക്കെ ഉണ്ട്. പിന്നെ അപ്പ് സൈഡ് ഓൺ ഫോർക്ക് കാണാം, ഗോൾഡൻ കളറാണ്. ഇതെൻ്റെ മഡ് ഗാർഡ് ഈ LSC എന്നുള്ളതുണ്ടോ. ഇവിടെ റിഫ്ലക്ടർ ഉണ്ട്, പെറ്റൽ ഡിസ്ക് കാണാം. ഈ വീൽ എന്ന് പറയുന്നത് 19 ഇഞ്ചാണ്, 110/80 ഓഫ് റോഡ് ടയേഴ്സ് അല്ലേ. പിന്നെ ഇത് സ്പോക്കല്ല, അലോ വീൽസാണ്. ഈ അലോ വീലിൻ്റെ ഷേപ്പൊക്കെ കണ്ടേ, അവിടെ വലിയ ബ്രേക്ക് ഡിസ്ക് കാണാം. പിന്നെ ഇതിൻ്റെ റേഡിയലി വേണ്ടിയിട്ടുള്ള ബ്രേക്ക് കാലിപ്പർ കണ്ടോ, ഇതാ അത്. അതിന് നമ്മൾ ബ്രാൻഡിങ് ഇല്ല കേട്ടോ. പിന്നെ ഇത് എയർ ആൻഡ് ഓയിൽ കൂളറാണെന്ന് ഞാൻ പറയാം. ഇവിടെ റേഡിയേറ്റർ കാണാം. ഈ ഒരു പ്രൊഫൈൽ ശരിക്കും നോക്കി. ഈ ഇൻഡിക്കേറ്റർ LED കേട്ടോ. ഇവിടെ ഒരു ഗ്രേ കളറുണ്ട്. അപ്പോൾ കളറിൻ്റെ അതിപ്രസരമുണ്ട്, വിൻഷീൽഡ് ഉണ്ട്, അല്ലെങ്കിൽ ആ വലിയ ഹാൻഡിൽ ബാറാണ്. ഹാൻഡിൽ ബാറിൻ്റെ കളർ നോക്കി. ഇവിടെ USB പോർട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അത് അപ്പുറത്താണ് ഈ ഒരു വലിയ ഹാൻഡിൽ ബാർ ഉയർത്തി നിൽക്കുന്ന പോലെ. പിന്നെ താഴേക്ക് നോക്കുമ്പോൾ ആ ഫ്രെയിം കാണാം, ട്രെല്ലിസ് ഫ്രെയിമാണ്. ഈ ട്രെല്ലിസ് ഫ്രെയിമും അലുമിനിയം സിങ്കാമാണ്. അതുപോലെ ഇവിടെ ബാഷ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ബാഷ് പ്ലേറ്റിൻ്റെ അകത്തോടെ നമുക്ക് ആ ഒരു വലിയ സൈലൻസ് പൈപ്പ് പോകുന്നതാണ്. അതാണ് ഹോണെന്ന് പറയുന്നത്, സിംഗിൾ ഹോണാണ്. ഇനി 200 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളത്, അത് പര്യാപ്തമാണോ അല്ലേ നിങ്ങൾ പറഞ്ഞാൽ മതി. പിന്നെ ഇവിടെ ചെയിൻ കാണാം. ഇത് BTO വേർഷനാണ്. ഈ BTO വേർഷന് ഫ്രണ്ട് അഡ്ജസ്റ്റബിൾ സസ്പെൻഷനും ഈ ബ്രാസ് കോഡഡ് ചെയിനും ഉണ്ട്. അതിൻ്റെ സ്പോക്കറ്റാണ്. വലിയ പിൻ വീൽ ഓഫ് റോഡ് വീലാണ്, 150 സൈസാണത്. അത് ഫ്രണ്ടിലെ പോലെയല്ല, ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 17 ഇഞ്ചാണ്. ഈ ഫ്രെയിമിൽ റാലി സ്പെക്ക് എന്ന ഇതിൻ്റെ ഈ ഫുഡ് പേക്ക് കണ്ടോ, ഇതാണ് എൻ്റെ ഗിയർ ഷിഫ്റ്റർ എന്ന് പറയുന്നത്. ഇത് ക്വിക്ക് ഷിഫ്റ്ററാണ്. ഈ ക്വിക്ക് ഷിഫ്റ്റർ എന്ന് പറയുന്നത് സെൻസർ ബേസ്ഡാണ്, അതായത് ഗിയർ പൊസിഷൻ സെൻസർ വെച്ചിട്ടാണ്. അതിനെക്കുറിച്ച് വണ്ടി ഓടിക്കും പറയാം. ഇതാണ് എഞ്ചിൻ എന്ന് പറയുന്നത്. ഈ എഞ്ചിൻ DOHC കേട്ടോ. ഇനി ഇവർ എഞ്ചിന് ക്രാങ്ക് ഷാഫ്റ്റിലെ അത് കുറച്ചുകൂടി കട്ടി കൂട്ടിയില്ലെങ്കിൽ എന്താ പറയുക, അവർ പറയുന്നത് ഹൈ ഇനേഷ്യ ക്രാങ്ക് ഷാഫ്റ്റ് എന്നാണ്. പിന്നെ എഞ്ചിന് ബ്രീത്തർ പൈപ്പുകൾ, അതായത് ഈ ക്രാങ്ക് ഷാഫ്റ്റ് നടന്ന പൈപ്പുകൾ 2 കൊടുത്തെന്ന് പറയുന്നത് അതൊക്കെ ടെക്നോളജിയാണ്. ഓയിൽ പമ്പ്, വാട്ടർ പമ്പ്, 2 ചെറിയ പമ്പുകളാണ്. കൂടാതെ ഓയിൽ കൂളർ അകത്തുണ്ട്. അതിന് പ്ലാസ്മ കോട്ടിംഗ് എല്ലാം കൊടുത്ത് ഒരു ചാനലിൽ കൊടുത്ത എഞ്ചിനാണ്. പിന്നെ ഇവിടെ ഉണ്ടോ ഈ ഒരു വാട്ടർ കൂളിൻ്റെ പൈപ്പ് കാണാം. ഈ ഫ്രെയിം ബ്ലാക്ക്, വെള്ള, പിന്നെ ബാക്കിലായിട്ടുള്ള ആ ഒരു എക്സോസ് പൈപ്പ് ഉണ്ടോ. ആ പൈപ്പ് എന്ന് പറയുന്നത് അത്യാവശ്യം വലുതാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നിങ്ങൾ പറയണേ, എനിക്ക് പറയാൻ പറ്റില്ല അതാണ്. പിന്നെ ഹഗർ കൊടുത്തിട്ടില്ല, ഹഗർ വേണേൽ വെക്കാം. ഒരുപാട് ആക്സസറീസ് ഉണ്ട്. ഈ പെറ്റൽ ഡിസ്ക് ഇവിടെയും കാണാം. അപ്പോൾ ABSും അതുപോലെ ട്രാക്ഷൻ മോഡുകളും ഈ വണ്ടിക്ക് കുറേ ട്രൈഡ് മോഡുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഓഫ് റോഡിയും പറയാം കേട്ടോ. പിന്നെ ഇനി ഈ വിൻസ്ക്രീൻ ഒന്നിട്ട് കാണിക്കുകയാണേ. അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ആ ലിവറുകൾ കാണാം, സ്വിച്ചുകൾ നമ്മൾ കണ്ട് പരിചയമുണ്ട്. ഏത് വണ്ടിക്കാണ് പറയൂ. പിന്നെ ഇവിടെ ഈ ഹാൻഡിൽ എന്ന് പറയുന്നത് ക്ലിപ്പ് ഓൺ അല്ല. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ലിവർ കാണാം. ഇനി കീ ഓൺ ചെയ്ത് കഴിയുമ്പോഴേ മീറ്റർ ഓണായി വരും. ഇതിനകത്ത് മിററിങ്, അതായത് സ്ക്രീൻ മിററിങ് എല്ലാം ഉള്ള ഒരു സ്ക്രീനാണ്. കുറേ ഇൻഫർമേഷൻ ഉണ്ട്, ഞാൻ 1 by 1 ആയിട്ട് കാണിക്കുന്നില്ല. എന്തായാലും വലിയ സ്ക്രീനാണെന്ന് കാണാം. അതായത് ഫിക്സ് ചെയ്തതൊക്കെ നന്നായിട്ടുണ്ടോ, പാനൽ ഗ്യാപ്പ് ഉണ്ടോ നിങ്ങൾ പറയണം. ഞാനൊന്നും പറയുന്നില്ല, എല്ലാം ഡ്രൈവിൽ പറയാം. ഇത് അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ്. ഇത് BTOയുടെ പ്രത്യേകതയാണ്. ഇവിടെ സ്റ്റാർട്ട്, സ്റ്റോപ്പ്, അല്ലെങ്കിൽ ആ കിൽ സ്വിച്ച് കാണാം. ഇതാണ് ത്രോട്ടിലെന്ന് പറയുന്നത്. ഇതിന് മുള്ളുണ്ടോ, ആ മുട്ടൊക്കെ കാണുന്നുണ്ട്. ഈ മിററിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലേ. ഈ സ്മാർട്ട് സ്വിച്ചുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, TVSൻ്റെ അപ്പത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെ ഹോൺ സ്വിച്ച് കാണാം. ഇതുണ്ടോ USB-C ഉണ്ട്, സാധാ USB ഉണ്ട്, കണ്ടില്ലേ. ടെക്നോളജിക്കലി വളരെ സുപ്പീരിയർ ആയിട്ടുള്ള വണ്ടിയാണെന്ന് TVS പറയുന്നുണ്ട്. അവർ അഡ്വഞ്ചർ ബൈക്ക് ഇറക്കുമ്പോൾ അതിൻ്റെ കൂടെ അഡ്വഞ്ചർ അക്കാഡമി കൂടി ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ശുഭപ്രതീക്ഷകളാണ്. പിന്നെ ഈ ലൈറ്റുകൾ നിൽക്കുന്ന ഭാഗം, അല്ലെങ്കിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗത്തിൽ വലിപ്പം തോന്നിച്ചു. അത് ഒപ്പീനിയൻ അല്ല, വലിപ്പമുണ്ട്, നല്ല ഫാക്റ്റ് ആട്ടോ. പിന്നെ ഇവിടെ നിങ്ങൾക്ക് അലോയിലിൻ്റെ ഉള്ളത്തെ ഡിസൈനൊക്കെ കണ്ടോ, അതൊക്കെ ഭംഗിയുണ്ടോ ഇല്ലെന്ന് പറയണേ.
അപ്പോൾ ബാഷ് പ്ലേറ്റ് ഉണ്ട്. പിന്നെ ഈ ഭാഗത്തെ പെഡലൊക്കെ കാണിക്കാം. പെഡലല്ല പറയാം, പെഡലും ആ ഫുഡ് പെഗും കാണിക്കാം. ഇതാണ് അതിൻ്റെ എഞ്ചിൻ. ഈ എഞ്ചിൻ നമ്മൾ മോട്ടോസോളിൽ കണ്ടിട്ടുണ്ട്. ഇത് 300 cc, അതായത് 299.1 cc എഞ്ചിനാണ്. ഈ എഞ്ചിൻ്റെ പവർ എന്ന് പറയുന്നത് 36 PS അറ്റ് 9000 RPM ആണ്. കൂടാതെ 28.5 Nm എന്ന് പറയുന്നത് 7500 RPM. ഇവിടെ ഉണ്ടോ ഇതിൻ്റെ കാര്യങ്ങൾ കാണാം. അപ്പോൾ സംഭവം ഇതാണ് അപ്പാച്ചെ RTX എന്ന് പറയുന്ന വണ്ടി. RTX 300 എന്ന് പറയുന്ന വണ്ടി ഇതാണോ ഇതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ കാണാം. LED ലൈറ്റൊക്കെ കാണാം. ഇവിടെ LED ഇൻഡിക്കേറ്ററുണ്ട്. 835 mm ആണ് ഒരു സീറ്റ് ഹൈറ്റ്. കൂടെ 200 ആ ഒരു മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസും. പിന്നെ 6 സ്പീഡ് ഗിയറും. ഇത് ക്വിക്ക് ഷിഫ്റ്റാണെന്ന് പറയുമ്പോഴും ഇത് ഗിയർ പൊസിഷൻ സെൻസർ വെച്ചുള്ള പരിപാടിയാണ്. ഓക്കെ, ഈ ചെയിൻ കണ്ടോ, ഇനി ബീറ്റോടെ ചെയിൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്നത്. അത് ബ്രേസ് കോട്ടറാണ്, ഇത് സാധായാണ്. ഇതാണ് ബ്രാസ് കോട്ടർ ചെയിൻ. അപ്പോൾ ഇൻ കൺക്ലൂഷൻ 199 എന്ന് പറയുന്ന എക്സ്ഷോറൂം പ്രൈസിലെ ബേസ് മോഡലിന് അതിൻ്റെ മുകളിലുള്ള ആ ഒരു പ്രൈസിലുള്ള വണ്ടിക്ക് പിന്നെ BTO എനിക്ക് തോന്നുന്നു മിഡിൽ വേരിയൻ്റ് അതോ ടോപ്പ് വേരിയൻ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വേരിയൻ്റാണ്. ഞാൻ BTO അല്ല പറയുന്നത്, നല്ല വേരിയൻ്റ് എന്ന് പറയുന്നത് അതൊരു ഫാക്റ്റാണ്, അഭിപ്രായം മാത്രമല്ല. അപ്പോൾ ഈ വണ്ടി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം, ഇതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ. അതായത് ആദ്യമായിട്ട് ഒരു വണ്ടി കണ്ട ഒരു കൊച്ചിൻ്റെ നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നില്ല, കാണുമ്പോൾ ഒരു കൗതുകം തോന്നില്ല. ആ കൗതുക വണ്ടിക്കുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നിങ്ങൾ പറയണം, ഞാൻ പറയുന്നില്ല വീണ്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് TVSൻ്റെ RTX എന്ന് പറയുന്ന പുതിയ അഡ്വഞ്ചർ ബൈക്ക്. ഇത് നമ്മൾ ഓടിക്കുന്നത് ഷിംലയിലാണ്. ഓടിച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത് ഓടിച്ചിട്ട് പറയാം. അപ്പോൾ അടുത്തതായിട്ട് വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.